ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്കൽസ് ലായെ പറ്റിയാണ്. പാസ്കൽസ് ലാ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ, സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അനക്കം ഒഴുക്കൊന്നുമില്ലാത്ത ഫ്ലൂയിഡിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലോട്ടും തുല്യമായിരിക്കും എന്നുള്ളതാണ് പാസ്കൽസ് ലാ പറയുന്നത്. ഈ പാസ്കൽസ് ലാ നമുക്ക് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ നിന്ന് ഒരു ആർബിട്രറി ഫ്ലൂയിഡ് എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അത് നമ്മൾ വെഡ്ജ് ഷേപ്പിലുള്ള ഒരു എലമെൻ്റാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ എലമെൻറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ പ്ലെയിൻ പേപ്പറിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഈ പ്ലെയിൻ ഓഫ് പേപ്പറിന് പെർപെൻഡിക്കുലർ, അതായത് ഈ മുകളിലോട്ടായിരിക്കും. അത് നമ്മൾ 1 എന്നാണ് എടുക്കുന്നത്, യൂണിറ്റി ആയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. ഇനി ഈ വെഡ്ജ് ഷേപ്പിലുള്ള ഈ ഫ്ലൂയിഡ് എലമെൻറ്റിന് നമ്മൾ പേര് കൊടുക്കാം. എ ബി സി ഇങ്ങനെ പേര് കൊടുത്തു. ഈ എ ബി സി എന്ന് പറയുന്ന ഈ ആംഗിള് തീറ്റ എന്ന് എടുത്തു. അതുപോലെ ഈ വെഡ്ജിൻ്റെ ഡൈമെൻഷനുകൾ, അതായത് എ സി എന്ന് പറയുന്ന ആ ഒരു നീളം ഡി എക്സ് ആയിട്ടും എ ബി എന്ന് പറയുന്ന ആ നീളത്തെ ഡി വൈ ആയിട്ടും ബി സി എന്ന് പറയുന്ന ആ നീളത്തിനെ ഡി എസ് എന്നും നമ്മൾ ഡൈമെൻഷൻസ് കൊടുത്തു. ഇനി ഇതിൽ എ ബി എന്ന് പറയുന്ന ഈ ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫേസിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് പി എക്സ് ആയിരിക്കും. അതായത് ഈ എക്സ് ഡയറക്ഷനിലോട്ട് അത് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പി എക്സ് എന്നതിനെ കൊടുക്കാം. അപ്പോൾ ഈ ഫേസിലോട്ട് ആക്ട് ചെയ്യുന്ന പ്രഷർ പി എക്സ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ ഫേസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് പി എക്സ് ആണ്. അപ്പോൾ പി എക്സ് ഇൻറ്റു ആ ഫേസിൻ്റെ ഏരിയ. അപ്പോൾ ആ ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നീളം ഗുണം വീതിയാണ്. അപ്പം നീളം എന്ന് പറയുന്നത് അവിടുത്തെ ഡി വൈ ആണ്. അപ്പോൾ ഈ ഒരു ലെങ്ത് ഡി വൈ ആണ്. അപ്പോൾ മുകളിലോട്ടാണ് ഇതിൻ്റെ വീതി, അത് 1 ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡി വൈ ഇൻറ്റു 1. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് പി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു 1. അതുപോലെ തന്നെ ഈ എ സി എന്ന് പറയുന്ന ഫേസിലോട്ട് അനുഭവപ്പെടുന്ന, അതായത് ഈ ഫേസിന് പെർപെൻഡിക്കുലറായിട്ട് അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുന്നത് പി വൈ ആണ്. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പ്രഷർ ഇൻറ്റു ഈ ഫേസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ അനുഭവപ്പെടുന്ന പ്രഷർ പി വൈ ഇൻറ്റു ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഡി എക്സ് ഇൻറ്റു ഇവിടുത്തെ വീതി 1. അപ്പോൾ പി വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു 1 ആണ് ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ. ഇതേപോലെ തന്നെ ഈ ഫേസിൽ ബി സി എന്ന് പറയുന്ന ഫേസിൽ അനുഭവപ്പെടുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ പെർപെൻഡിക്കുലറായിട്ട് അനുഭവപ്പെടുന്ന പ്രഷർ ഫോഴ്സ് പി ഇസഡ് ഇൻറ്റു ഇവിടുത്തെ ഏരിയ ഡി എസ് ഇൻറ്റു 1 ആണ്. ഇനി നമ്മൾ ഈ ഒരു ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഈ ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഫോഴ്സിന് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടാകും, അതുപോലെ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം, ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വേറൊരു ലൈൻ നമ്മളിവിടെ ഇങ്ങനെ വരച്ചു. അതായത് ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഈ 2 ലൈനിനെയും ഈ ഒരു ലൈൻ ഇങ്ങനെ ഖണ്ഡിക്കുമ്പോഴത്തേക്കും ഈ ആംഗിളും തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ വരും. ഇത് ടോട്ടലി 90 ആയതുകൊണ്ട് തന്നെ ഇത് വീണ്ടും തീറ്റ വരും. ഇത് 90 മൈനസ് തീറ്റ വരും. അപ്പോൾ നമ്മൾ ഈ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിളിൻ്റെ കോസ് തീറ്റ ആയിരിക്കും. അതായത് പി ഇസഡ് ഇൻറ്റു ഡി എസ് ഇൻറ്റു 1 ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നതാണ് ഈ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്.
ഇനി ഈ ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ഇതുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന, അതായത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിളിൻ്റെ സൈൻ ആയിരിക്കും ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ്, അതായത് P(Z)(ds)(1) സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും കിട്ടി. ഇനി നമുക്കിതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസുകളെ നമുക്ക് എസ് ഡയറക്ഷനിലോട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എസ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഇതാണ്, Px(dy)(1), അതായത് AB എന്ന് പറയുന്ന ഫേസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ നമ്മളത് എഴുതി Px(dy)(1). ഇനി രണ്ടാമത്തെ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫോഴ്സാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് Pz(ds)(1) cos തീറ്റ. അപ്പോൾ അത് ഈ ഡയറക്ഷനിൽ, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മളതിന് നെഗറ്റീവ് സൈൻ കൊടുത്തു, Pz(ds)(1) cos തീറ്റ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ABC എടുക്കും. ഈ ABCയുടെ കോസ് തീറ്റ നമ്മൾ എടുക്കും. ഈ ABCയുടെ കോസ് തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ സമീപവശം ഇൻറ്റു അതിൻ്റെ കർണം, അതായത് ഹൈപ്പോട്ടനസ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് AB, ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് BC. അപ്പോൾ ഇവിടെ നമ്മൾ കോസ് തീറ്റ എടുക്കുമ്പോഴത്തേക്ക് AB/BC, ഇവിടെ AB നമുക്ക് കൊടുത്തിരിക്കുന്നത് DY എന്നാണ് അതിൻ്റെ ഡയമെൻഷൻ, BCയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് DS ആണ്. അപ്പോൾ നമ്മളത് ഇവിടെ കൊടുക്കും DY/DS. ഈ DSനെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ DS ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു DY. അപ്പോൾ DS ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നത് DY എന്ന് കിട്ടും. അത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കും. അപ്പോൾ Px(dy)(1) മൈനസ് PZ ഇൻറ്റു ഈ DS കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ ഈ DY കൊടുക്കും. അപ്പോൾ Px(dy) ഈസ് ഈക്വൽ ടു, ഈ മൈനസ് ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും, PZ(dy). ഈ DYയും വെട്ടിപ്പോയി കഴിഞ്ഞാൽ Px ഈസ് ഈക്വൽ ടു PZ എന്ന് നമുക്ക് കിട്ടും. നമ്മൾ ഫോഴ്സസുകളെ എസ് ഡയറക്ഷനിൽ റിസോൾവ് ചെയ്തതുപോലെ തന്നെ അങ്ങനെ നമ്മൾ വൈ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വൈ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Py(dx)(1). അതുപോലെ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Pz(ds)(1) സൈൻ തീറ്റ. അതുപോലെ ഇനി വേറൊരു ഫോഴ്സും കൂടെ താഴോട്ട് ആക്ട് ചെയ്യും. അതെന്ന് പറയുന്നത് ഈ വെഡ്ജ് ഷേപ്പിലുള്ള ഈ എലമെൻറ്റിൻ്റെ വെയിറ്റ് കൂടി താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഇതിൽ 3 ഫോഴ്സസുകളായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മാസിനെ ഗ്രാവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. ഇനി മാസ് നോക്കിക്കഴിഞ്ഞാലോ, നമ്മൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി. അപ്പോൾ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്. ഇനി നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം കണ്ടുപിടിക്കണം. വോളിയം എന്ന് പറയുന്നത് ഇതൊരു ട്രയാങ്കിൾ ഷേപ്പാണ്, അതുകൊണ്ട് ഹാഫ് BH ആയിരിക്കും വോളിയം എന്ന്. ഹാഫ് BH ആണ് ഏരിയ. ഏരിയനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വോളിയം കിട്ടും. അപ്പോൾ ഹാഫ് ഇൻറ്റു B എന്ന് പറയുന്നത് AC, H എന്ന് പറയുന്നത് AB, ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് നമ്മൾ പേപ്പർ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് അത് നമ്മൾ 1 എന്നാണ് എടുത്തത്. അപ്പം ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു AB ഇൻറ്റു AC ഇൻറ്റു 1 ആണ്. അതായത് റോ ഇൻറ്റു AB നമ്മൾ DX ആയിട്ടും ACയെ DY ആയിട്ടും എടുത്തു ഇൻറ്റു G. ഇതായിരിക്കും ഇതിൻ്റെ വെയിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോഴ്സുകൾ എടുക്കുമ്പോൾ Py ഇൻറ്റു DX ഇൻറ്റു 1 എന്ന് പറയുന്ന മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, PZ ഇൻറ്റു DS ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതുപോലെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് DX ഇൻറ്റു DY/2 ഇൻറ്റു റോ ഇൻറ്റു G എന്ന് പറയുന്നത് ഈ എലമെൻറ്റിൻ്റെ വെയിറ്റ്, അതും താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും താഴോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ
മൈനസ് കൊടുത്തിരിക്കുന്നത്, ഇത് മുകളിലോട്ട് ആക്ട് ചെയ്തിരിക്കുന്നുണ്ട് പ്ലസ് കൊടുത്തു. ഇനി ഇതിൽ നോക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് വളരെ ചെറിയ ഒരു വെഡ്ജ് ഷേപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, വളരെ ചെറിയൊരു മാസമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നെഗ്ലിജിബിൾ ആണ്, അതുകൊണ്ട് ഇത് നമ്മൾക്ക് ഒഴിവാക്കാം. ഇത് 0 ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്, ഈ വെയ്റ്റിനെ നമ്മൾ ഒഴിവാക്കും. അതുപോലെ ആ ട്രയാങ്കിളിൻ്റെ സൈൻ തീറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇതിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് AC ബൈ ഹൈപ്പോട്ടനസ് BC. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് DX ബൈ DS എന്ന് കിട്ടും. അപ്പോൾ DS സൈൻ തീറ്റ എന്ന് പറയുന്നത് DX ആണ്, DS സൈൻ തീറ്റ എന്ന് പറയുന്നത് DX. ഇനി ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒഴിവാക്കി, ഇനി ഈ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ. PY ഇൻറ്റു DX ഈസ് ഈക്വൽ ടു PZ ഇൻറ്റു ഈ DS സൈൻ തീറ്റയ്ക്ക് വരെ നമ്മൾ DX കൊടുക്കും. അപ്പോൾ PZ ഇൻറ്റു DX. അപ്പോൾ എന്തൊരു കിട്ടും? ഈ DXും വെട്ടിപ്പോകും. PY ഈസ് ഈക്വൽ ടു PZ എന്ന് കിട്ടും. നമ്മൾ എക്സ് ഡയറക്ഷനിൽ റിസോൾവ് ചെയ്തിരിക്കുന്ന ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷനും Y ഡയറക്ഷനിൽ റിസോൾവ് ചെയ്തിരിക്കുന്ന പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? PX ഈസ് ഈക്വൽ ടു PY ഈസ് ഈക്വൽ ടു PZ എന്ന് നമുക്ക് കിട്ടും. അതുവഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ എല്ലാ ഡയറക്ഷനിലുമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇതാണ് പാസ്കൽസ് ലായുടെ ഡെറിവേഷൻ.